വെൽക്കം ബാക്ക്. ഇപ്പം സമയം ഇവിടെ 11 മണിയായി രാത്രി. എനിക്ക് നാളെ അവധിയാണ്. അപ്പം നാളെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാം. എന്ത് കൊണ്ടുപോകണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി ഈ കുക്കീസ് ഉണ്ടാക്കാം. ഇത് ഞാൻ ChatGPT ചെയ്ത് കിട്ടിയൊരു റെസിപ്പിയാണ്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പം എൻ്റെ മുക്കാൽ പംകിൻ ഇരുന്നത് ഞാനതൊരു 20 മിനിറ്റ്സ് ബോയിൽ ചെയ്തിട്ട് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാനത് മാഷ് ചെയ്തെടുത്തതേ ഈ പരിവായിട്ടിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ റെസിപ്പി ഫോളോ ചെയ്ത് ഞാൻ വെറ്റ് ആൻഡ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. കമ്പി ഈ റെസിപ്പിക്കകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഈ എടുക്കുന്ന ബട്ടർ നല്ലപോലെ മെൽറ്റായി കോൾഡ് ബട്ടർ ആയിരിക്കണം, ഇങ്ങനെ കട്ടയാവാൻ പാടില്ല. 1/4 കപ്പ്. ഓക്കെ, ഇത് ഞാനൊരു 10 കുക്കീസ് ഉണ്ടാക്കുന്ന അളവിലാണ് എടുക്കുന്നത്. നാളെ നമ്മൾ പോകുന്നത് മെറിയം സച്ചിൻ്റെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ അവർക്കും കൊടുക്കാം. ഹോപ്പ്ഫുള്ളി ഫ്ലോപ്പ് ആവാതെ ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്ന 1/3 കപ്പ് ബ്രൗൺ ഷുഗർ എടുക്കണം. സോ എൻ്റെ അടുത്ത് അതിനെ എടുത്തു. 2 ടേബിൾ സ്പൂൺ വൈറ്റ് ഷുഗർ, ഒരു ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റ്. അപ്പം എൻ്റെ അടുത്ത് 1 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റ് ഇടാൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി എൻ്റെ അടുത്ത് ഈ ഇങ്ങനെ ബോർബൺ വനില പൗഡർ പ്ലസ് ഷുഗർ അതിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഫോർ ദ ടേസ്റ്റ് ഓഫ് എ വനില. അപ്പോൾ അതിൻ്റെ അത് വനില ബീനും ഉണ്ട്, അതെടുക്കുക. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ വനില. നമ്മുടെ വീട്ടിലുള്ളത് വെച്ച് നമ്മൾ സെറ്റാക്കാൻ നോക്കാം. എന്നാൽ എനിക്ക് ഫ്രോസ്റ്റിങ്ങിന് വനില വേണം. എൻ്റെ താഴെ കടിപ്പ് എത്ര ഉള്ളൂ വനില. അപ്പം അത് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തേക്കാം. നല്ല കളറല്ലേ പംകിന്. സോ അത് ഇങ്ങോട്ടാക്കിയിട്ട് ഇത് ഇങ്ങോട്ടാക്കി dry ingredients. അതിന് വേണ്ടി I'm taking another bowl. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3/4 കപ്പ് ഓഫ് സെൽഫ് റൈസിങ് ഫ്ലവർ. ഓക്കെ, ഞാൻ ChatGPTയിൽ കൊടുത്തപ്പം 1/4 കപ്പ് എവിടെ 1/4 എൻ്റെ അടുത്ത് 3/4 മെഷർമെൻറ്റ് ഇല്ല. അപ്പോൾ 1/4 3 ഇടും. ഞാൻ ChatGPT കൊടുത്തപ്പം എൻ്റെ അടുത്തുള്ളത് സെൽഫ് റൈസിങ് ഫ്ലവർ എന്ന് വെച്ചുകൊണ്ടുള്ള ഫ്ലവറാണ്. അപ്പം അങ്ങനെയുള്ളപ്പം നമുക്ക് ഈ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഓൾറെഡി അത് ഉണ്ട്. ഒരു ഊഹം വെച്ച് 1/4 ടീസ്പൂൺ ഞാൻ സിനമൺ പൗഡർ, കറുവപ്പട്ട പൊടി ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ a pinch of nutmeg, പിന്നെ 1 pinch of salt. മതി. നമുക്കിങ്ങനെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കും. ഓക്കെ, ഇങ്ങനെ ഇട്ടു. എന്നിട്ട് ഞാനിതിങ്ങനെ ചുമ്മാ ഫോൾഡ് ചെയ്യും. നമ്മുടെ കുക്കി ബാറ്റർ ഞാനിങ്ങനെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോകും 1 അരമണിക്കൂർ. ഓക്കെ, ആ സമയത്ത് ഈ പാത്രത്തുള്ള മെസ്സെല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്തെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാം.
സോ ഫ്രോസ്റ്റിംഗ് ഇൻഗ്രീഡിയൻസ് ആണ് മസ്കപ്പോണി ചീസ്. പിന്നെ ഞാൻ ഓൾറെഡി വിപ്ഡ് ക്രീമാണ് വാങ്ങിക്കുന്നത്, ഓൾറെഡി വിപ്പ് ചെയ്തിരിക്കുന്ന ക്രീം. എന്തായാലും എൻ്റെ അടുത്ത് മറ്റേ വിപ്പ് ചെയ്യുന്ന സംഭവമില്ല. അപ്പം നമുക്ക് ഓൾറെഡി വിപ്ഡ് ക്രീമും കിട്ടും. അപ്പം ഡയറക്റ്റ് സ്കൂപ്പ് ചെയ്തിട്ട് ഇട്ടാൽ മതി. അപ്പം അത് പൗഡർഡ് ഷുഗർ, പിന്നെ വനില, രക്ഷപ്പെട്ടു മിൽക്ക് പൗഡറും ഇരിപ്പുണ്ട്. 1/2 കപ്പ് ഈ മസ്കപ്പോണി ചീസ്. ഓക്കെ, 1/2 കപ്പ് mascarpone. Half a teaspoon vanilla. എനിക്ക് ബേക്കിംഗ് ശരിക്കും അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോയിട്ടില്ലായിരുന്നു. എന്നിട്ട് എൻ്റെ ലാസ്റ്റ് ഇയർ ബർത്ത്ഡേക്ക് മറിയമായിരുന്നു കേക്ക് ബേക്ക് ചെയ്തത്. അവൾ നല്ല സൂപ്പറായിട്ട് കേക്ക് ഉണ്ടാക്കും, ബേക്ക് ചെയ്യും. എന്നിട്ട് ബർത്ത്ഡേ കേക്ക്സൊക്കെ നല്ല അടിപൊളിയായിട്ട് അവൾ കൊണ്ടുവരുന്നത്. അവളുടെ ഒരു ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്, മേരീസ് കുക്ക് ബുക്ക് എന്ന് വെച്ചുകൊണ്ട്. അതിനകത്ത് അവൾ അടിപൊളി റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യും. സോ അവൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു നീ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ChatGPTയിൽ കൊടുത്തിട്ട് നമ്മുടെ അടുത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പറയുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അടിപൊളി റെസിപ്പി പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഞാനത് എന്തായാലും ഞാൻ യൂഷ്വലി യൂട്യൂബ് വീഡിയോ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് വീഡിയോ ഫോളോ ചെയ്ത് ഉണ്ടാക്കുന്നത് എപ്പോഴും എൻ്റെ ഫ്ലോപ്പാണ്. ഒന്നെങ്കിൽ അത് ഒത്തിരി ഇങ്ങനെ കരിഞ്ഞു പോവും, ഇല്ലെങ്കിൽ അത് അണ്ടർ കുക്കായിട്ട് ഇങ്ങനെ നടുക്ക് ഇങ്ങനെ കുളം പോലെ കിടക്കും. അപ്പം എപ്പോഴും അത് ഫ്ലോപ്പായി പിന്നെ ഞാൻ ബേക്കിംഗ് വിട്ടു. ഞാൻ ഇതെനിക്ക് പറ്റിയ പണിയല്ല, കുക്കിംഗ് മാത്രം ചെയ്താൽ മതി, അതേ നടക്കത്തുള്ളൂ എന്ന് വെച്ചുകൊണ്ട്. എന്നിട്ട് ഇങ്ങനെ അവൾ പറഞ്ഞു ChatGPTയുടെ ഇത് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തിട്ട് നീ ഉണ്ടാക്ക്, അപ്പോൾ അടിപൊളിയായിട്ട് വരുമെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ചുമ്മാ ഒരു വട്ടം ഒരു മാർബിൾ കേക്ക് ഉണ്ടാക്കി നോക്കി. അപ്പോൾ അത് അടിപൊളി ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ സാരില്ല, ഇത്രയും പ്രാവശ്യം തെറ്റിയിട്ട് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരെണ്ണം വന്നത്. എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല ChatGPT അത്രയും നല്ല ആയിരിക്കുമെന്ന്. ഞാൻ വീണ്ടും മാർബിൾ കേക്ക് ഉണ്ടാക്കി, കുക്കുമൊക്കെ വന്നപ്പം അപ്പോഴും അടിപൊളിയായി. അതിനുശേഷം ഞാനൊരു മാച്ച കേക്ക് ഉണ്ടാക്കി, അതും സെറ്റപ്പായി. പിന്നെ എനിക്കങ്ങ് ധൈര്യം കൂടി വന്നു, ഇതാ എന്നെക്കൊണ്ട് പറ്റുന്ന പണിയാന്ന് വെച്ചോണ്ട്. അങ്ങനെ ഇപ്പം നമ്മളൊരു കുക്കിങ്ങിലോട്ട് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി കേക്ക്സൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എല്ലാ പ്രാവശ്യം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല. എക്സ്പെരിമെൻ്റൽ വീഡിയോ ഇത് ഓൺലൈൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി വർക്കായിട്ട് നിന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, 2 tablespoon മിൽക്ക് പൗഡർ ഇടുവാണ്. ഓക്കെ, 1 and 2. 1 കപ്പ് വിപ്ഡ് ക്രീം. കണ്ടോ, ഇത് ഓൾറെഡി അവർ ക്രീം ഇങ്ങനെ വിപ്പ് ചെയ്ത് ഓൾറെഡി കിട്ടും. നമുക്കപ്പോൾ കിടന്ന സാധനം കൊണ്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എന്തായിരുന്നു ഇനി എടുക്കാനിരുന്നത്? 1 കപ്പ്. അപ്പം എൻ്റെ അടുത്ത് സോ ഇത് 1/2 കപ്പ്. ഇനി നമ്മളിത് വിപ്പ് ക്രീമായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി വിപ്പ് ക്രീം ഇട്ട് കഴിഞ്ഞിട്ട് ഇതിന് ഓൾറെഡി നമ്മുടെ ഇതിനകത്ത് നല്ലപോലെ വിപ്പായിരിക്കുന്ന ക്രീമല്ല. അപ്പം നമ്മൾ ഒത്തിരി കിടന്ന് ഇളക്കിയാൽ അതിങ്ങനെ വെള്ളം പോലെ ആയി പോകും, പിന്നെയും തിരിച്ച് ക്രീമായി പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്തെ എയർ ഒത്തിരി കളയാതെ നമ്മൾ ചുമ്മാ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. So this goes into the fridge for 20 minutes. I'll see you after that. Oven 180 ഡിഗ്രിയിലാക്കുക. 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് ഞാനത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. degree for 12 minutes. Let's see ഇത് ഏത് പരുവത്തിലായി കിട്ടും. So ഇപ്പോൾ അത് 10 minutes ആയി. I'm going to open and see how it is. Let me show you. Okay, I think soft ആയിരിക്കുക. Maybe I'll just put 2 more minutes and then 2 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് എടുത്ത് വെക്കാം.
Alright. And then my cookies looks like this. ഞാൻ എൻ്റെ ലൈഫിൽ പംകിൻ കുക്കീസ് കഴിച്ചിട്ടില്ല, സോ എനിക്കും അറിയത്തില്ല എൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും, ബട്ട് ഐ ഹോപ്പ് ഇറ്റ് ടേസ്റ്റ് ഗുഡ്. ആ പംകിൻ പ്യൂരി അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്തു അതിൻ്റെ ഒരു ജാം ഉണ്ടാക്കാമെന്ന്. അതിനകത്ത് ഞാൻ പംകിൻ പ്യൂരി, ഷുഗർ ആൻഡ് സിനമൺ പൗഡർ ഇട്ട് ഇളക്കി അത് റിഡ്യൂസ് ആക്കി ജാം പരുവാക്കി വെച്ചിരിക്കുക. മറ്റേ പംകിൻ പ്യൂരി ഉണ്ടാക്കി, അല്ല പംകിൻ പ്യൂരി ഇങ്ങനെ റിഡ്യൂസ്ഡ് ആക്കിയിട്ട് ഇങ്ങനെ ജാം പരുവാക്കിയിട്ടുണ്ട്. ഞാൻ കാണിക്കാം. വേണോ, ചിലപ്പോൾ ചൂടായിരിക്കും, അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ തന്നെ വിടുവാണ്. പ്ലാറ്റ്ഫോമിൽ അടച്ചു വെക്കും പകുതിക്ക്. എന്നിട്ട് കുക്കീസ് ഞാൻ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് വെക്കാൻ പോവാം. എന്നിട്ട് നാളെ വന്നിട്ട് നമുക്ക് ബാക്കി ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് അത് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഓൾറൈറ്റ്, സോ ഇറ്റ്സ് ഓൾറെഡി എത്ര മണിയായി നോക്കട്ടെ. 1:59. ഇനി നാളെ എണീറ്റിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസമാവും. സോ നാളെ ഞാൻ കാണിക്കാൻ ബാക്കി എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പം ഗുഡ് നൈറ്റ്, ഗുഡ് ആഫ്റ്റർനൂൺ. സോ ഇന്നലെ ഞാൻ കുക്കി ഉണ്ടാക്കി വെച്ചു. പംകിൻ പ്യൂരേ മറ്റേ പേസ്റ്റ് പോലെ ജാം പോലെ ഉണ്ടാക്കി വെച്ചു. മാസ്കപോനെ ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കി വെച്ചു. പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ കൊണ്ടുപോയി. എന്തിനാ കുക്കീസ് ആയതുകൊണ്ട് അത് ഒന്നിൻ്റെ മുകളിലൊന്ന് സ്റ്റാക്ക് ചെയ്യാനും പറ്റത്തില്ല. എന്തിനാ അതിൽ ഫ്രോസ്റ്റിംഗ് ഉണ്ടല്ലോ, അപ്പം ശരിക്കും അത് അഴുക്കായി പോവും അവിടെ എത്തുമ്പോഴത്തേക്കും. അപ്പം ഒരു ചെറിയ ചേഞ്ച് ഓഫ് പ്ലാൻ വന്നിട്ടുണ്ട്. ഞാൻ കുക്കീസിന് പകരം ഞാൻ ഓർത്തു ഒരു ടിഫിൻ ജാറിനകത്ത് ഇങ്ങനെ തിരാമിസു നമ്മൾ ലെയർ ചെയ്യത്തില്ലേ, ആദ്യം തിരാമിസു ബിസ്ക്കറ്റ് കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് വെക്കും. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എന്താ പറയുക മറ്റേ മാസ്കപ്പോനെ ക്രീം ഇടും, പിന്നെയും ബിസ്ക്കറ്റ്, പിന്നെയും ക്രീം, പിന്നെയും ബിസ്ക്കറ്റ്, പിന്നെയും ക്രീം, അങ്ങനെ സംഭവം ചെയ്യത്തില്ലേ. അപ്പം ഞാൻ ഓർത്തു ആ ഒരു കോൺസെപ്റ്റിൽ എൻ്റെ കുക്കീസ് ഞാനിങ്ങനെ ക്രംബിൾ ചെയ്ത് അടിയിലിടാം. എന്നിട്ട് ഈ പ്യൂരി അതിൻ്റെ മുകളിൽ ഇച്ചിരി ഒന്ന് ലൈറ്റ്ലി വെതറാം. പിന്നെ ഈ സംഭവം മാസ്കപ്പോനയുടെ ഒരു ലെയർ വെക്കാം. അങ്ങനെ ലെയർ ചെയ്ത് ഞാൻ ഈ ഡബ്ബയ്ക്കകത്താക്കാം. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് സ്കൂപ്പ് ചെയ്ത് അങ്ങ് എടുത്തൊരു ജാറിനകത്താക്കി കഴിച്ചാൽ മതി. അതിൻ്റെ ഒരു ടെസ്റ്റ് ചെറിയൊരു സാമ്പിൾ സംഭവം ഞാൻ ചെയ്തായിരുന്നു. എന്നിട്ട് ഞാനത് ജോസിന് കൊടുത്തിട്ടായിരുന്നു. ജോസ് പറഞ്ഞത് കുറേ അടിപൊളിയായിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് വേണ്ടി പറഞ്ഞു. അപ്പം എനിക്കത് കുറേ ഇഷ്ടപ്പെട്ടു. ഇത് ChatGPT അല്ല, ഇതെൻ്റെ ഐഡിയ ആണ്. ലുക്സ് ഗുഡ് അല്ലേ? ഈവൻ ദ ലേയേഴ്സ് ലുക്സ് റിയലി ഗുഡ്. ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തും ഇത് അഴുക്കാവത്തില്ല. എനിക്ക് സുഖമായിട്ട് ഇത് എൻ്റെ ഒരു ബാഗിൽ ക്യാരി ചെയ്യാൻ പറ്റും. ഇതിനടുപ്പുണ്ടല്ലോ. സോ ഇതിനി ഞാൻ പോകുന്നതിന് വരെ ഫ്രിഡ്ജിൽ വൃത്തിക്ക് ഇരുന്നോളും. അങ്ങനെ എൻ്റെ ഡെസേർട്ട് അവരുടെ വീട് വരെ എത്തി. എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്കും കുറേ ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പോഴാണ് കഴിച്ചത്. ആൻഡ് ഇറ്റ് വാസ് എ സക്സസ് എന്ന് പറയാം. പിന്നെ അതിലെല്ലാത്തിനും ഉപരിയായിട്ട് ഷീ കുക്ക്ഡ് സം അമേസിങ് ഫുഡ് ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് സോ അമേസിങ്. വി ഹാഡ് എ ഗുഡ് ടൈം. അപ്പം അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. ഇനിയും കുറേ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.